ഓക്കെ. നമ്മുടെ ബിസിനസ്സിനെ ഒരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ, ഒരു നല്ല വോളിയത്തിലേക്ക് കൊണ്ടുവരാൻ, നല്ല വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതിന് കമ്പനി നമ്മളെല്ലാവരും ചെയ്യുന്ന അതേ സെയിം കാര്യമായതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് വർക്കാണ് പറഞ്ഞത്. ബിസിനസ് പ്ലാനിങ് ഇൻ ടു ഫേസ്, രണ്ട് മുഖത്തിലുള്ള വർക്കാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്ന് നമ്മൾ ആദ്യത്തെ 2 മുതൽ 14 വരെ നമ്മൾ ചെയ്യുന്ന കൺസിസ്റ്റൻസി ഡേറ്റിൽ, അതാണ് ആദ്യത്തെ നമ്മുടെ വർക്കിംഗ് ടൈമാണ്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. കേൾക്കുന്ന ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക, ഇത് കമൻ്റൊക്കെ ഇടുക. ആദ്യത്തെ 2 മുതൽ 14 വരെ ഈ വന്നിരിക്കുന്നതിൽ ഒരുപാട് പുതിയ ആൾക്കാരുണ്ടാവും അല്ലേ? എനിക്കൊന്ന് പല ആൾക്കാരും പുതിയ ആളായിട്ട് തോന്നുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ ആൾക്കാർ പതുക്കെ പതുക്കെ അതിലേക്ക് വന്നാൽ മതി. നമ്മളെല്ലാവരും ഇതിൽ 150-ൽ കൂടുതൽ ആൾക്കാർ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരാണ്. 2 മുതൽ 14 വരെ അവരെ ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഇന്നലെ രാത്രി വരെ 54% ഗ്രോത്താണ് ഈ ഒരു മാസത്തെ. ഡിസംബർ 5 കഴിഞ്ഞതേ ഉള്ളൂ. 54%. കഴിഞ്ഞ മാസം 5-ാം തീയതി വരെ, നവംബർ 5-ന് എന്താണ് ബിസിനസ്സിൻ്റെ അതിനേക്കാളും പകുതി അധികമാണ്. ക്ലിയർ ആണ്. അത്രയും PV വോളിയം അധികമായി മാറിയിട്ടുണ്ട്. ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരാണ്. 2 മുതൽ 14 വരെ ഡേറ്റ്. ആ ഒരു ഡേറ്റിനുള്ളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം എന്ന് വെച്ചാൽ, നമ്മളെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന 5% മുതൽ 16% വരെ ആയിരിക്കുന്ന ആൾക്കാരെ, അവരെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ കൺസിസ്റ്റൻസി ഇതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ 15 മുതൽ ക്ലോസിംഗ് ലാസ്റ്റ് ഡേറ്റ് വരെ, 1-ാം തീയതി വരെയുള്ള ആ ഡേറ്റ്, അവിടെ നമ്മൾ ലീഡർഷിപ്പ് ബിൽഡിങ്ങും ലെവൽ അച്ചീവ്മെൻറ്റ്സ്, ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറും സ്റ്റാറും അങ്ങനെ ലെവൽ അച്ചീവ്മെൻറ്റ്സിനോട്ട് വർക്ക് ചെയ്യുക. അവരുടെ ചെക്ക് വരുമാനം കഴിഞ്ഞ മാസത്തേക്കാളും വരുമാനം കൂടുതലാവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. കഴിഞ്ഞ മാസം ചെക്ക് എന്താണോ, എത്ര രൂപയുടെ വരുമാനമാണ് വന്നത്, അതിനേക്കാളും കൂടുതലാക്കാൻ വേണ്ടി വർക്ക്. ഈ രണ്ട് ഫേസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, എങ്കിലും പറഞ്ഞു തരുവാണ്. കുറച്ച് വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഡൗട്ട് ചോദിക്കാം. ഈ രണ്ട് ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ആദ്യത്തെ പകുതി ദിവസം 14-ാം തീയതിക്കുള്ളിൽ പുതുതായി ജോയിൻ ചെയ്ത വ്യക്തി മുതൽ 5% മുതൽ 16% വരെ നമ്മുടെ ടീമിൽ കുറേ ഉണ്ട്. ബ്രോൺസ് ഡയറക്ടർ ആവാതെ 16% നിൽക്കുന്ന ആൾക്കാർ, അവരെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്, നമ്മുടെ ടീമിലുള്ള കാരണം ഇത് ഈ ലെവലിൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് മേലുള്ള വ്യക്തിയുടെ ലെവൽ അച്ചീവ്മെൻറ്റ്സിന് എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ 15 മുതൽ ക്ലോസിംഗ് വരെ അവരുടെ ലെവൽ അച്ചീവ്മെൻറ്റ്സിന് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ചിന്തിക്കുക. എവറി മന്ത് 2 മുതൽ 14 തീയതി വരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ടോട്ടൽ വോളിയം, നമ്മൾ എത്രയാണോ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു മാസം നമ്മൾ ഒരു 5000 PV ആണ് ടാർഗറ്റ് ചെയ്യുമെങ്കിൽ, ഒരു 6000 PV ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമെങ്കിൽ, അതിൻ്റെ 60% PV-യും 14-ാം തീയതിക്കുള്ളിൽ വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും വോളിയം അങ്ങനെ തന്നെയാണ്. പുതുതായി വന്നവർക്ക് അറിയത്തില്ല, പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം. നിങ്ങളുടെ ഒരു മാസത്തെ ടോട്ടൽ PV എന്താണ്, അതിൻ്റെ 60%വും 14-ാം തീയതി കൺസിസ്റ്റൻസി തീരുമ്പോൾ വരുന്നുണ്ടോ. പിന്നെ വരുന്നത് PV കുറവായിരിക്കും. പിന്നെ പുതിയ ജോയിനിങ് ഒക്കെ ആയിരിക്കും. അവരുടെ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി 40% 14-ന് ശേഷം വരുന്നുള്ളൂ. എൻ്റെ ബിസിനസ്സിൽ അതിനൊക്കെ 60-70% കൂടുതൽ വോളിയം വരുന്നത് 14-ാം തീയതിക്കുള്ളിൽ വരും. ടോട്ടൽ വോളിയത്തിൻ്റെ 70% വോളിയം കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയിൽ ഫോക്കസ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. നമ്മളിന്നിപ്പോൾ ഒരു ചെടിയിൽ വെള്ളം നനയ്ക്കുന്ന സമയത്ത് കുറേ വെള്ളം ഒരുമിച്ച് ചെടിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും, അല്ല അത് ചീഞ്ഞു പോകും, ഒടിഞ്ഞു പോകും. കുറച്ച് കുറച്ച് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടാവും. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഇതിൽ. കുറച്ച് കുറച്ച് നമ്മൾ അത് ചെയ്ത് പോകുമ്പോൾ എളുപ്പമായിട്ട് നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മളൊരു പണ്ടത്തെ കഥ ഓർമ്മയുണ്ടല്ലോ, ആമയും മുയലും. ആമയും മുയലും നമുക്കറിയാം. മുയൽ നല്ല ഓട്ടക്കാരനാണ്, നല്ല സ്പീഡായി ഓടുന്ന വ്യക്തിയാണ്. എന്നിട്ടും ആ ഒരു കഥയിൽ പറഞ്ഞത് മുയൽ തോറ്റുപോയി, ആമ ജയിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. ആമ വിജയിച്ചു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്ലോയിലാണ് പോയതെങ്കിലും നിർത്താതെ കണ്ടിന്യൂ വർക്ക് ചെയ്തിട്ടുണ്ട്. ആമ കണ്ടിന്യൂ നടന്നപ്പോഴാണ് മുയലിൻ്റെ ആ ഒരു സ്പീഡ്, നല്ല സ്പീഡിൽ വർക്ക് ചെയ്തു. അദ്ദേഹത്തിന് അറിയാം ഞാനതിന് വിജയിക്കത്തുള്ളൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു, കുറച്ച് കിടന്നുറങ്ങി. അപ്പോഴേക്കും ആമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇവിടെയും നമ്മൾ ഈ ബിസിനസ്സിന് പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന ജോലി
കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് ചെയ്യുക. ഒരാഴ്ച ചെയ്ത് ബാക്കി 3 ആഴ്ച മാറി നിന്ന് കഴിഞ്ഞാൽ അവർ ഗ്രോത്ത് ഉണ്ടാവില്ല ബിസിനസ്. നമ്മുടെ എനർജി ലോ ആവും. പിന്നെ അതൊരു എനർജിയെ വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലും നിങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും മാറി നിൽക്കാതെ വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല അവിടെ ഗ്രോത്ത് വരുന്നുണ്ടാവും. ഓക്കെ. ഓക്കെ, ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് അടുത്ത സൈഡ് പറയാം. നമ്മളെ ഒരു കൺസിസ്റ്റൻസി 100 PV ചെയ്യുന്ന നമുക്ക് എല്ലാവരും വരെ നമ്മൾ പലയാളും 100 PV ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 100 PV ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ സാധനം 100 PV വാങ്ങിക്കും. പല ആൾക്കാർ 100 PV വാങ്ങിക്കുന്നത് മിക്കതും പുറത്തായിരിക്കും, കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പല ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ. ഇതൊരു വലിയൊരു ബിസിനസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് പറയുന്നത് കേട്ടോ. വലിയ ബിസിനസ്സിലേക്കുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ ചെയ്യുന്ന 100 PV യിൽ നിങ്ങൾ ഈ മാസം 100 PV ചെയ്യുന്നെങ്കിൽ ആ 50 PV സാധനം നിങ്ങളുടെ പേഴ്സണൽ കൺസപ്ഷൻ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തല തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, പല്ല് തേക്കുന്ന പേസ്റ്റ്, സോപ്പ്, ചായപ്പൊടി, കോഫി പൊടി, കുക്കിംഗ് ഓയിൽ, ഈ ഉള്ള വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത്, വീട്ടാവശ്യത്തിന് ഉപയോഗിക്കേണ്ട സാധനമായിട്ട് 50 PV മാറ്റാം. ഇത് ഒരു നല്ല കാര്യം പറയുന്നുണ്ടോ. നമ്മൾ കമ്പനി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 50 PV നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പുറത്ത് കൊടുക്കാനല്ല. പിന്നെയുള്ള 50 PV നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി. വെസ്റ്റീജ് കമ്പനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് നല്ലൊരു ആരോഗ്യം വേണം. വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ 50 PV നിങ്ങൾ എല്ലാ മാസം വാങ്ങിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം. ആംലയും തുളസി ഡ്രോപ്സും റെസ്പോ കെയറും അതുപോലെ ഫ്ലാക്സോയിലും ഗാനഡോളും ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പല സാധനങ്ങളും കുറുക്കുമിൻ പ്ലസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്, CMD ഉപയോഗിക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ എല്ലാ മാസവും ഇപ്പോൾ ഏതെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി അടുത്ത മാസം ഉണ്ടാവും, തീരില്ല, അടുത്ത മാസത്തേക്ക് ഉണ്ടാവും. അടുത്ത മാസത്തേക്ക് നമ്മൾ മറ്റുള്ള ഹെൽത്തിന് എന്തൊക്കെയാണ് വേണ്ടത് സപ്ലിമെന്റ്, അതെല്ലാം ഉപയോഗിക്കും. എല്ലാ സപ്ലിമെന്റും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് എല്ലാ സപ്ലിമെന്റും. എല്ലാവർക്കും എല്ലാം ആവശ്യമുണ്ട്. ഇന്ന് അസുഖം വന്നതിന് ശേഷം കഴിക്കുന്നതല്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ മാസവും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 50 PV ഉപയോഗിക്കുക, 50 PV വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇതാണ് ആദ്യത്തെ ചെറിയൊരു സ്റ്റെപ്പിന്റെ. രണ്ടാമത്തെ ഇത് ലക്ഷങ്ങളിൽ വരുമാനം വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിക്കുള്ള സ്റ്റെപ്പാട്ടോ. അത് ചെറിയൊരു 5000-ഓ 10,000-ഓ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നോക്കണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇത്. നമ്മളെ സെൽഫ് PV ഞാൻ പറഞ്ഞു 100 PV ചെയ്തതിൽ അത് അങ്ങനെ പോയി വീട്ടാവശ്യത്തിനും സ്വന്തം ആരോഗ്യത്തിനും വേണ്ടിയിട്ടും. ബാക്കി ഒന്ന് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്, ഒരു 200 PV. ആ 200 PV നമ്മളെ കസ്റ്റമർ, ലോയൽ കസ്റ്റമർ, നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല, ആ ലോയൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 200 PV റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ, ഒരു MRPക്കോ അല്ലെങ്കിൽ അതിന് കുറച്ച് പൈസ കുറച്ചിട്ടോ പുറത്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഹോം മീറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ ഹോം മീറ്റിങ്ങിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിരിക്കും കൊടുക്കാൻ, അവിടെ സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനം കൊടുത്തിട്ട് ഒരു 200 PV നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ട്? 200 PV എക്സ്ട്രാ അതെല്ലാ മാസവും നമ്മൾ 14-ാം തീയതിക്കുള്ളിലേക്ക് മാറ്റി വെക്കുക, ചെയ്യുക. 14-ാം തീയതി ശേഷം ഉള്ള ഡേറ്റിൽ ബാക്കിയുള്ള 30-31-ാം തീയതി വരെയാകുമ്പോൾ ഈ സാധനം 200 PV നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കണം. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ വേറെ ഒന്നിനും ഉപയോഗിക്കരുത്, അത് അതുപോലെ അവിടെ സൂക്ഷിക്കുക, അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ എവരി മന്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് 1 ആണിത്. സെൽഫ് PV ഇതേപോലെ ചെയ്യുക, 100 PV, ബാക്കി സെൽഫ് PV 200 PV പുറത്ത് കൊടുക്കാനുണ്ട്, ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം അതിനെ. ടോട്ടൽ നമ്മളെ PV ഉണ്ടാവുന്നത്, നമ്മുടെ സെൽഫ് മൈ PV എന്ന് പറഞ്ഞ സാധനത്തിൽ ഉണ്ടാവുന്നത് 300 PV ആയിരിക്കണം. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. സെൽഫ് PV ഈ 300 PV വരുന്ന സമയത്ത് നമ്മളെ ഒരുപാട് പരിചയമുള്ള നമ്മൾ ചങ്ങായിമാരുണ്ടാവും, ബന്ധുക്കാരുണ്ടാവും, അവരെ നമുക്ക് ഈ നല്ല വെസ്റ്റീജിൽ എന്നുള്ള അടിപൊളി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന, നല്ല ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന 100% നാച്ചുറൽ ആയിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ. ഈ പുറത്ത് കൊടുക്കുന്ന ആ 200 PV അവരെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അവർ സ്ഥിരമായിട്ട് ഇത് ചോദിക്കുന്ന ലെവലിലേക്ക് വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് പല ആൾക്കാർ അറിയാം, നമ്മൾ തവണയൊക്കെ കൊടുത്ത ആൾക്കാർ എല്ലാവരും ആദ്യം വാങ്ങിക്കാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് ചോദിച്ച് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഓരോ സാധനങ്ങളും നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് 200 PV ആക്കാൻ നമുക്കത് ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്യുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും, പല ആൾക്കാർക്കും കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ എന്നാലും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ
100 PV സ്ഥിരമായിട്ട് ചെയ്യാൻ 2515 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 100 PV ആക്കാൻ വേണ്ടി കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്വന്തം വീട്ടിലേക്ക് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അവരോട് പറഞ്ഞിട്ട് കാര്യത്തില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു നല്ലൊരു വരുമാനം ഫോക്കസ് ചെയ്യുന്ന, ലക്ഷങ്ങൾ മാസ വരുമാനം ഫോക്കസ് ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു ന്യൂ ജോയിനിങ് എങ്കിലും നടത്തിയിരിക്കുന്നത് 100%. ഇത് ഒരു മാസത്തേക്കെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം കേട്ടോ. ഈ പറഞ്ഞ കാര്യം 200 PV കൺസിസ്റ്റൻസി പ്ലസ് 200 ആഡ് ചെയ്യുന്നത് അത് എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യാനും ഒരു ജോയിനിങ് എങ്കിലും നിർബന്ധമായിട്ടും ആ മാസം നിങ്ങൾ ചെയ്തിരിക്കാൻ. ഒരു ജോയിനിങ്ങിൽ നമ്മൾ ഒരുപാട് ജോയിനിങ് നടത്താറുണ്ട്. ഈ ജോയിൻ ചെയ്ത ആൾക്കാർ സീരിയസ് ആവാത്ത പ്രശ്നം കൊണ്ടാണ്. പക്ഷേ ഒരു ജോയിനിങ് എങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും ജോയിനിങ് നമ്മൾ നടത്തിയിരിക്കുക. ഒന്നുകിൽ ഡയറക്റ്റ് നമ്മൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ടീമിലേക്ക് നമുക്ക് പോസ്റ്റർ ഐ ഡി വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. പോസ്റ്റർ ഐ ഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. പോസ്റ്റർ ഐ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങളായിട്ട് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു, നിങ്ങൾ ഏതെങ്കിലും ഡൗൺലൈൻസിന് താഴെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്യിപ്പിക്കുന്ന നമുക്ക് പോസ്റ്റൽ ഐ ഡി ഉപയോഗിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് നമുക്കും കിട്ടും, കുറച്ച് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് പോസ്റ്റൽ ഐ ഡി ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എല്ലാ മാസവും ഒരു ജോയിനിങ് എങ്കിലും സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മളെപ്പോലെ കൺസിസ്റ്റൻസി ചെയ്യുന്ന 100 PV തന്നെ ജോയിൻ ചെയ്യുന്ന വ്യക്തിയായി മാറ്റാൻ ശ്രമിക്കും. ചിലപ്പോൾ നമ്മൾ സ്ലോയിലോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അവരെ ഒരു സോപ്പും പേസ്റ്റൊക്കെ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. പക്ഷേ നമുക്ക് എല്ലാ മാസവും ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അടുത്ത മാസമെങ്കിലും അവരെ 100 PV സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും ഒരു 100 PV ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, 300 PV നമ്മുടെ MyPV ആയി, ഈ വ്യക്തി ജോയിൻ ചെയ്യിപ്പിക്കുന്ന അദ്ദേഹം 100 PV ആയി മാറുന്നുണ്ടാവും. ഇദ്ദേഹത്തെ നമുക്ക് പതുക്കെ പതുക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ, ഇതേ ആ ഒരു ഡ്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ മാറ്റർ നമ്മൾ കാണിക്കുന്നത്. 100 PV പ്ലസ് 200 ഒരു ജോയിനിങ്ങിൽ 100 PV ആയി മാറുന്നുണ്ടാവും. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാർ ഡയറക്ടറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിൽവർ ഡയറക്ടറൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കൂടി ശ്രമിക്കും. നമ്മൾ 200 PV കൺസിസ്റ്റൻസി ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു 200 PV പ്രൊഡക്റ്റാണ് പുറത്തെ കസ്റ്റമർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് അവിടെ വേണം. ഒരു 10% ഇമ്പ്രൂവ്മെൻറ്റ്. ഒരു ഇപ്പം നമ്മൾ 200 PV സാധനം കസ്റ്റമർ ഉണ്ടെങ്കിൽ അടുത്ത മാസം അതേപോലെ 200 കുറയാതിരിക്കാൻ ശ്രമിക്കുക. അതിനെ ഒരു 10% കൂടുതലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഏത് ബിസിനസ് എപ്പോൾ ചെയ്യുമ്പോൾ ബിസിനസ് ഗ്രോത്തിലേക്ക് പോകണം. നമ്മൾ ഓരോ മാസം കഴിയുമ്പോൾ താഴോട്ടല്ല വേണ്ടത്, മേലോട്ടാണ് പോകേണ്ടത് അല്ലേ. ഒരു ബിസിനസ് ഒരു കട ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും ഉണ്ടാകുന്ന കച്ചവടക്കാരനെക്കാളും ഒരു കച്ചവടക്കാരെങ്കിലും നമുക്ക് പുതിയ ഒരു കസ്റ്റമറെങ്കിലും കൂടുതൽ ഉണ്ടാക്കാൻ നമ്മൾ കച്ചവടക്കാരെ ശ്രമിക്കില്ല. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങളൊരു ഹെയർ ഓയിലോ ഷാമ്പൂ കൊടുക്കുന്ന, കുക്കിംഗ് ഓയിൽ കൊടുക്കുന്ന ഒരു കസ്റ്റമറെങ്കിലും എക്സ്ട്രാ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ആ 200 PV ഒരു 10% ഗ്രോത്തിലേക്ക് 220 PV വേണ്ടി എവരി മന്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് ഒരു 10 കസ്റ്റമർ ഉണ്ട്, 10 കസ്റ്റമർ സാധനം വാങ്ങിക്കണമെങ്കിൽ ഒരു കസ്റ്റമർ എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ മാസവും നമ്മുടെ ബിസിനസ് ഗ്രോത്തിലേക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സിൽവർ ഡയറക്ടറൊക്കെ ആവുന്ന വ്യക്തിയാണ് നിങ്ങൾ ഈ ലെവലിൽ പോകുന്ന സമയത്ത് നിങ്ങളൊരു ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടർ ആവുന്നുണ്ടോ അവിടെ. ഈ ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടർ ആവുന്ന സമയത്ത് നമുക്ക് ടീം ബിൽഡിംഗ് ബോണസോടുകൂടി വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഇന്ന് പല ആൾക്കാരും ബിസിനസ്സിൽ ഡൗൺ ആവാൻ കാരണം വരുമാനം ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോൾ 4000 അല്ലെങ്കിൽ 3500 അല്ലെങ്കിൽ 5000 രൂപക്കുള്ള വരുമാനം കിട്ടുമ്പോൾ നെഗറ്റീവ് ആവുന്ന ആൾക്കാരാണ് കൂടുതൽ. നമുക്ക് അതിനെ ഒരു 8000 10,000 രൂപയുടെ വരുമാനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ടീം ബിൽഡിംഗ് ബോണസ് കൂടി ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടാവും. ടീം ബിൽഡിംഗ് ബോണസ് കൂടി നമുക്ക് ക്വാളിഫൈ ചെയ്യാം എല്ലാ കാര്യങ്ങളും. ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറും ഗോൾഡ് ഡയറക്ടറുടെ ടീം ബിൽഡിംഗ് ബോണസിലേക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ താഴെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് വരും. നമ്മൾ ടീമിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ അത് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ടീം ബിൽഡിംഗ് ബോണസ് വഴിയാണ് വരുമാനം വാങ്ങിക്കുന്നുണ്ടാവുക. അതൊരു സിൽവർ ഡയറക്ടർ ആവുന്ന വ്യക്തിയാണ്. ഇതിൽ നിങ്ങൾ കുറേ സിൽവർ ഡയറക്ടേഴ്സ് ഉണ്ട് അല്ലെ, ബ്രോൺസ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഈ സിൽവർ ഡയറക്ടേഴ്സിൻ്റെ ആ മാസത്തെ PV ഒരു 10,000 PV എങ്കിലും നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. ഇതിലുള്ള സിൽവർ ഡയറക്ടേഴ്സിൻ്റെ ആൾക്കാരല്ലേ, നിങ്ങളുടെ PV 10,000 PV ആവണം. പല സിൽവർ ഡയറക്ടേഴ്സും 3,800 PV സിൽവർ ഡയറക്ടർ, 2,000 PV ലെഗിൽ ക്വാളിഫിക്കേഷൻ, 1,800 PV സൈഡ് PV, അങ്ങനെ 3,800 PV അല്ലെങ്കിൽ ചിലപ്പോൾ 4,000 PV ആയിട്ട് കാണുന്നുള്ളൂ. സിൽവർ ഡയറക്ടേഴ്സ് നല്ലൊരു ഇൻകം വാങ്ങിക്കണമെങ്കിൽ നിങ്ങളൊരു 10,000 PV ഫോക്കസ് ചെയ്യുക. ടീം ബിൽഡിംഗ് ബോണസ് വിത്ത് LOB ആയി മാറുന്നുണ്ട്. 6,000 PV മെയിൻ ലെഗിലും ബാക്കി 4,000 PV സൈഡിലും വന്നു കഴിഞ്ഞാൽ ടീം ബിൽഡിംഗ് ബോണസ് വിത്ത് LOBയോടുകൂടി നമുക്ക് നല്ലൊരു വരുമാനം വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ആ PV 10,000 PVയുടെ 60% PV 14-ാം തീയതി കൺസിസ്റ്റൻസിക്കുള്ളിൽ കയറും വേണം. ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ 10,000 PV ഫോക്കസ് ചെയ്യുമെങ്കിൽ 6,000 PVയോട് നിങ്ങൾക്ക് 14-ാം തീയതിക്കുള്ളിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ വർക്ക് ചെയ്യാൻ എളുപ്പമായി മാറുന്നുണ്ടാവും.
അതുപോലെ നമ്മൾ ഈ ഒരു ലെവൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീമിലുള്ള ക്വാളിഫിക്കേഷൻ ചെയ്ത വ്യക്തിയെ ലെവൽ അച്ചീവ്മെന്റ്സ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു, അവരുടെ ഏത് പില്ലറാണ് അവർ ആഗ്രഹിക്കുന്നത്, ഏത് വരുമാനമാണ് ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നു 15 മുതൽ ബാക്കി മാസം അവസാനം വരെ ചെയ്യുന്ന സമയത്ത്. ഇതിനൊരു ഞാനിത് ഈ സൈഡ് കൂടെ കഴിഞ്ഞ ശേഷം ഞാൻ ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി നിങ്ങൾ സംശയം ക്ലിയർ ആക്കി തരാം. ഇതിനൊരു ടാസ്ക് നമ്മൾ എന്താ ചെയ്യണം, ഈ ടാസ്ക് നോക്കി ചെയ്യാം. നമ്മൾക്കിതിനെ ഞാൻ ഈ പറഞ്ഞ കാര്യം കമ്പനി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊരു 20 പേരെ അതിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സെലക്ട് ചെയ്യാം. ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഈ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന, റഷ്യയിലെ മില്ലേനിയം ക്ലബിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു 20 പേര് താല്പര്യമുള്ള ആൾക്കാർ, ആ ഒരു വലിയ വരുമാനം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്താൽ മതി ഈ കാര്യം കേട്ടോ. നിങ്ങൾ സാവധാനത്തിൽ ചെയ്യാൻ നമുക്ക് സാവധാനത്തിൽ ചെയ്യാം. ഇത് കമ്പനി മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇത് ഇങ്ങനെ ചെയ്യാനും ഈ ലക്ഷങ്ങൾ വരുമാനം, വലിയൊരു വരുമാനം പെട്ടെന്ന് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ അങ്ങോട്ട് ചോദിച്ചിട്ട് അവർ 20 പേര് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ആ 20 പേരെ സെലക്ട് ചെയ്യുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന കാര്യം കുറച്ച് സിമ്പിളായി തോന്നുന്നു, ചെയ്യാൻ പറ്റുന്നു, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നവളെ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ, ആ 300 ബി വി ഒക്കെ ചെയ്യുന്ന 300, 400, 500 ബി വി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ 2-3 പേര് സംസാരിച്ചു. ആ 3 പേര് പറഞ്ഞു അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരൊറ്റ ജോയിനിങ്, ന്യൂ ജോയിനിങ് മാത്രമാണ് ഒരു ടാസ്ക് ആയിട്ട് കാണുന്നത്, അതും ശ്രമിച്ച ഒരു മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 20 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 20 പേരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും കമ്പനി മാനേജ്മെന്റിന്റെ, നമ്മുടെ കേരള ലെവലിലുള്ള മാനേജ്മെന്റ് വിഷ്ണുമോഹൻ സാറും കേരളത്തിലെ ബ്രാഞ്ച് മാനേജർ ജിനീഷ് സാറും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളോടൊപ്പം ഉണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ വേണ്ടി. 20 പേരും നമ്മളും ആ 2 മാനേജ്മെന്റും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. നമ്മളെ ഗൈഡ് ചെയ്ത് നമ്മളെ എല്ലാ ആപ്ലിക്കേഷനും അവർ ചെക്ക് ചെയ്യും, മെസ്സേജ് കമ്പനിയായിട്ട് ചോദിച്ച് നമ്മളെ കൺസിസ്റ്റൻസി ഒക്കെ ചെക്ക് ചെയ്ത് നമ്മളതെടുത്ത് ലിസ്റ്റ് എടുത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഇതിന് ശേഷം നിങ്ങൾ 20 പേര്, ഇപ്പോൾ ആരാണോ എന്നോടൊപ്പം ഈ 20 പേര് സെലക്ട് ആയി വരുന്നത്, ആ 20 പേര് നിങ്ങളുടെ ടീമിലും ഒരു 10 വ്യക്തികളെ അതിലേക്ക് കണക്ട് ആക്കാൻ ശ്രമിക്കും. നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ അകത്തൊരു 10 പേരെ സെലക്ട് ചെയ്യും. ചിലപ്പോൾ പുതിയ വ്യക്തികൾക്ക് ചിലപ്പോൾ 10 പേരൊന്നും ഉണ്ടാവത്തില്ല, ആരും 1-2 ആൾക്കാരുണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അത് സിൽവർ ഡയറക്ടറും ബ്രോൺസ് ഒക്കെ ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു 10 പേരെ നിങ്ങളുടെ ഡൗൺലൈൻസിന് അതേ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പൊട്ടൻഷ്യലുള്ള ഒരു നല്ല വരുമാനത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരൊരു 10 പേരെ സെലക്ട് ചെയ്ത് അവർ അതിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ആ പോയിന്റ് അവിടെ കയറി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അവർക്ക് ഒരു ഡയമണ്ടും ക്രൗണിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. 1 lakh ഇൻകത്തിലേക്കൊക്കെ പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. അത് 5 വർഷമാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ 2030 ആവുമ്പോഴേക്കും നമ്മുടെ വരുമാനം 5 ലക്ഷം മുതൽ 10 ലക്ഷത്തിനുള്ളിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയായി സംഭവം. 2030 ആവുമ്പോൾ നിങ്ങളുടെ വരുമാനം 5 ലക്ഷത്തിനിടയിലും 5 ലക്ഷത്തിന് 10 ലക്ഷത്തിന് ഇടയിലാക്കാനുള്ള ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ, വളരെ സിമ്പിളായ കാര്യം. ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ വീട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, ഒരു 200 PV പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കൺസ്യൂമറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എല്ലാ മാസവും ഒരു പേഴ്സണൽ ജോയിനിങ്ങെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ കാര്യം ബുദ്ധിമുട്ടാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലേ? ഒന്ന് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കുന്ന കാര്യമാണ്. ഒരു വലിയ നമ്മൾ വന്നിരിക്കുന്നത് വെറുതെ തമാശക്ക് കൊണ്ട് വന്നല്ല, സമയം കളയാൻ വേണ്ടി വരുന്നില്ല, വെറുതെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല, നല്ല വരുമാനത്തിന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാർ. ഇത് ടാസ്ക് ആയിട്ട് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്ന ആൾക്കാർക്ക് നോ പ്രോബ്ലം, നമ്മൾ സ്ലോലി ചെയ്തു, കുഴപ്പമില്ല. ഇതിന്റെ പകുതിയും ചെയ്യാൻ പറ്റുമോ നോക്കൂ. അല്ല, നിങ്ങൾക്ക് ശ്രമിച്ചപ്പോൾ ഇത് ഒന്നും ആയിട്ടില്ല, നടന്നില്ല, കേസൊന്നും ഇല്ലല്ലോ, ഫയലൊന്നും വരില്ല, നമുക്ക് പരിശ്രമിക്കാമല്ലോ. നമ്മൾ എന്തും ചെയ്യാൻ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ എഴുതിയെത്തുള്ളൂ. അതുകൊണ്ട് എന്നോട് 20 പേരെ സെലക്ട് ചെയ്യാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് എനിക്കിപ്പോൾ ആരും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ സെലക്ടും ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ച്, വാട്സപ്പ് ഗ്രൂപ്പ് 2 ഉണ്ടാക്കി വെച്ചിട്ട്, അത് ഞാൻ തന്നെ ഉള്ളൂ, എൻ്റെ 2 നമ്പർ ഞാൻ ഏഡാക്കി വെച്ചിട്ട് ഞാൻ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ഈ ബിസിനസ് ഒരാൾ 10 പേരെ 20 പേരെ എല്ലാം എനിക്ക് ആഗ്രഹം, എനിക്ക് എല്ലാവർക്കും അത് വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹം. ക്ലിയർ? കമ്പനി 20 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ ഓക്കെ സാറേ ഞാൻ റെഡിയാണ്, സാറിനോടൊപ്പം ഞാനുണ്ട്, ആ 20 പേര് എൻ്റെ നമ്പർ ഏഡായിക്കുമെന്ന് പറയും. പിന്നെ കാണത്തില്ല, ആ പറച്ചിൽ മാത്രമേ, അന്ന് മാത്രമേ ആ എനർജി കിട്ടും, രണ്ടാമത്തെ ദിവസം അവർ കാണത്തില്ല.
പിറ്റത്തെ മാസം അവർ ഡൗൺ ആയി പോകുന്ന ആൾക്കാരുണ്ട്. ചെയ്യാൻ നടന്നിട്ടില്ലെങ്കിൽ ഡൗൺ ആയി പോകുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്യാനും അത് വാശിയോടെ അത് നേടാനും വെസ്റ്റേജ് കമ്പനിയുടെ VMCM മെമ്പറായി 10 ലക്ഷം രൂപ മാസ വരുമാനം 3 മാസം തുടർച്ചയായി വാങ്ങിച്ച് അതിൽ VMCM മെമ്പറായി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മൾ സമയം കണ്ടെത്തി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. 100% നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിനെ 2 ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ഈ 100 PV പ്ലസ് 200 PV ഒരു ജോയിനിങ്ങിൻ്റെ ആൾക്കാരെയും, മറ്റേ ഗ്രൂപ്പിൽ അതിനോടൊപ്പം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ 100 200 ആവുന്നില്ല, അവർ 100 PV എങ്കിലും എക്സ്ട്രാ ചെയ്ത് 100 PV പ്ലസ് ഒരു 200 PV ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു ഗ്രൂപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പകുതി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരു ഗ്രൂപ്പ് സെറ്റ് ഇതിൽ ചെയ്യുന്ന അതേ ആക്ടിവിറ്റി അതിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു 100ഓളം ആൾക്കാരുള്ള ഒരു സെറ്റാക്കി വെക്കാൻ, ഒരു 5 ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കാൻ പറ്റാം. പുതുതായി ഇനിയിപ്പോൾ അടുത്ത മാസം ജോയിൻ ചെയ്യുന്ന ആൾക്കാരിലേക്കും ഞാനത് കൊണ്ടുവരും. കാരണം ഞാൻ എന്ത് കാര്യം കമ്പനി കൊണ്ടുവരുന്ന സമയത്ത് ഞാനത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. നമ്മൾ മുന്നേ ഒരു 1000 പ്ലാൻ ചലഞ്ചസ് കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അപ്പുറം കമ്പനിയല്ല വിന്നിങ് ടീം ചെയ്തിട്ടുണ്ട്. അവരപ്പോഴേ നിർത്തിയത്. പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ ഡെയിലി പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ അതിൽ കൂടുതൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്, എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് 20 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിൽ 100 പേരെ സെലക്ട് ചെയ്യും. 100 പേർ 5 ഗ്രൂപ്പുകളായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ, നമ്മൾ മാനേജ്മെൻറ്റുള്ള ഗ്രൂപ്പിൽ ആദ്യത്തെ ടോപ്പിൽ നിൽക്കുന്ന 20 പേര് റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഈ ടോപ്പ് 20ൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, കമ്മിറ്റഡ് ആയി പറഞ്ഞിട്ട് പിന്നെ മാറി നിൽക്കരുത്. ആ ഗ്രൂപ്പിൽ ആക്കി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യേണ്ടി വരാനൊക്കെ അതുകൊണ്ടാണ്. മനസ്സിലായി? ആ ഗ്രൂപ്പിൽ ആയി കഴിഞ്ഞാൽ ആ 20 പേര് ആക്ടിവിറ്റി ചെയ്യുന്ന ആളായി മാറണം. അതുകൊണ്ടാണ് പിന്നെ റിമൂവ് ചെയ്യാൻ ആക്കാതിരിക്കാൻ. ഞാൻ പല ഗ്രൂപ്പുകളും ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഞാൻ അവരുടെ ആകാംക്ഷ കൊണ്ട് ആക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അവരൊരു അനക്കൊണ്ട് അവിടെ വെറുതെ ഒരു മൂലയിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാരായി മാറാറുണ്ട്. അങ്ങനെയുള്ള ആളായിട്ടില്ല. നമുക്കൊരു ശ്രമിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അതിലൊരു വരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പല ആൾക്കാരും മടിയാണ് കൂടുതൽ കാണിക്കുന്നത്. മടി നമ്മൾ എവിടെ എത്തിക്കരുതല്ലോ. മടി പാടില്ല, എക്സ്ക്യൂസസ് പാടില്ല. 100% കമ്മിറ്റോട് വർക്ക് ചെയ്യാൻ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. മടി എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഇല്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും എല്ലാ കാര്യങ്ങൾക്കും ബിസി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് മാത്രം കുറച്ച് ഡിലേ ആണ്, അലസമായി കാണുന്ന ആൾക്കാരുണ്ട്. അത് പാടില്ല കേട്ടോ. പക്ഷെ ചില ആൾക്കാർ നല്ല സീരിയസ് ആയിട്ട് ഫുൾ കമ്മിറ്റോട് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഇത്രയാണ്. ഇത് സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സിമ്പിളാണോ? ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ടോ? കുറേ ആൾക്കാർ എസ് പറഞ്ഞിട്ടുണ്ട്. അൺമ്യൂട്ടാക്കി സംസാരിക്കാൻ പറ്റുന്ന അൺമ്യൂട്ടാക്കി സംസാരിച്ചു. ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിക്കാം. 10 മിനിറ്റ് നമുക്ക് ഇൻട്രഷൻ ആക്കി വെക്കാം. ഈ പറഞ്ഞ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടോ? ചെയ്യണം ചെയ്യണം ശ്രമിക്കുവാണെങ്കിൽ, ബുദ്ധിമുട്ടില്ല എങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിച്ചോ. ഞാനതിൽ റെഡിയാണ്. ഇതിലുള്ള ആരെങ്കിലും അതിന് റെഡിയാണ്? ഞാനത് ചെയ്യാൻ റെഡിയാണ്. നോക്കട്ടെ, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് പറയാൻ നോക്കട്ടെ. ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരെ എനിക്ക് മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാനതിൽ 1 2 ആൾക്ക് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്.